ഇവിടുത്തെ ഹാൻഡ്ലൂംസ് ഒക്കെ കാണുന്നതിന് മുമ്പായിട്ട് ഇത് നെയ്യുന്ന നെയ്ത്തുകാരെയും ഇവിടുത്തെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കേരള കൈത്തറിയുടെ ഈറ്റില്ലം എന്നാണ് ബാലരാമപുരം അറിയപ്പെടുന്നത്. 2009 ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ബാലരാമപുരം കൈത്തറിക്ക് ലഭിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ വസ്ത്ര പാരമ്പര്യങ്ങളുടെ കഥയാണ് ബാലരാമപുരത്തിന് പറയാനുള്ളത്. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലേക്ക് തുണിത്തരങ്ങൾ നെയ്യാനായാണ് ഇവർ ഇവിടേക്ക് വന്നത്. കന്യാകുമാരിക്കും തിരുനെൽവേലിക്കും ഇടയ്ക്കുള്ള വള്ളിയൂരിൽ നിന്നും ശാലി ഗോത്രക്കാരെ ഇവിടേക്ക് എത്തിച്ചത് മഹാരാജാവ് ബാലരാമവർമ്മ തന്നെയായിരുന്നു. അങ്ങനെയാണ് ഈ തെരുവ് ശാലിയാർ തെരുവ് എന്നറിയപ്പെട്ടു തുടങ്ങിയത്. ശാലി ഗോത്രത്തിലെ കുറച്ച് കുടുംബങ്ങളെ നെയ്യാറ്റിൻകരയ്ക്കും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള അന്തിക്കാട്ടിലേക്ക് കുടിയേറ്റി. അവരോടൊപ്പം വണികർ, വെള്ളാളർ, മുസ്ലിംകർ, മുക്കുവർ എന്നീ 4 ജാതിക്കാരെ കൂടി കൊണ്ടുവന്ന് അഞ്ചുവന്ന തെരുവ് സ്ഥാപിച്ചു. 1860 ബാലരാമവർമ്മ മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് നല്ല നേർമയുള്ള തുണി നെയ്യാൻ കരുതി വള്ളിയൂരിൽ നിന്ന് വെടിവെച്ച് കൊണ്ടുവരാണ് ശാലികർ. ഇവിടെ ഒരു തെരുവുണ്ട്, 5 സമുദായത്തിനെ കൊണ്ടുവന്നു. 5 വർണ്ണ തെരുവ് എന്ന് പറഞ്ഞൊരു തെരുവുണ്ട്. അതിൽ ആ മെയിൻ ആള് ശാലികരാണ്. പിന്നെ വാണികർ, അതിലേക്ക് വേണ്ട പിറന്നോട്ടുള്ള 4 സമുദായം കൂടി, അങ്ങനെ 5 സമുദായങ്ങളെ കൊണ്ടുവന്നു. അങ്ങനത്തെ ഒരു തെരുവ് ഇവിടെ ഉണ്ട്, അപ്പുറത്ത് മാറിയ 5 വർണ്ണ തെരുവെന്ന് പറയും. അത് ഇപ്പോൾ ഈ തൊഴിൽ നശിച്ചു പോയി. ഇപ്പോൾ കൈത്തറി മേഖല ഇല്ലാതായി. പണ്ട് കൈത്തറിയുടെ ഈറ്റില്ലമായിരുന്നു ബാലരാമ. ഇപ്പം കൈത്തറിയുടെ ബോർഡേ ഉള്ളൂ മോളെ, സാധനമില്ല.